നമ്മൾ ശമ്പളത്തിനും പെൻഷനൊക്കെ തുക നൽകുമ്പോൾ ആ തുകയിൽ വലിയൊരു ശതമാനം പോകുന്നത് ഈ ആരോഗ്യ മേഖലയിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കുമാണ്. അപ്പോൾ അതെന്തോ അത്ര ആരോഗ്യകരമല്ല എന്ന സമീപനമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞാൻ പറയില്ല, ഒരു ഞെരുക്കം മാത്രമാണിത്. മലയാള മാധ്യമങ്ങൾ ഈ മലയാളികളിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തൊഴിലില്ലായ്മ വളരെയധികം കുറഞ്ഞു, ഏതാണ്ട് 50% കുറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനകം. ഇത് ഞങ്ങൾ പറയുന്നതല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യമാണ്. പൊതുവേ കേരളത്തിൽ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക്. ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 77%. 77% ശമ്പളം, പെൻഷൻ ഈ രീതിയിലൊക്കെയാണ് പോകുന്നത്. അതെന്തോ വളരെ അൺപ്രൊഡക്റ്റീവ് എന്ന രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോഴും കേരള വികസനത്തിൻ്റെ ഒരു സ്വഭാവം അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തുക എന്ന് പറയുന്നത് അത് ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു ബാലപാഠം അവർ തിരിച്ചറിയേണ്ട ഒരു വിഷയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശമ്പളത്തിനും പെൻഷനൊക്കെ തുക നൽകുമ്പോൾ ആ തുകയിൽ വലിയൊരു ശതമാനം പോകുന്നത് ഈ ആരോഗ്യ മേഖലയിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കുമാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ആണ് നമ്മളെ കേരള മാതൃകയാക്കി ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതെന്തോ അത്ര ആരോഗ്യകരമല്ല എന്ന സമീപനമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹ്യൂമൻ ക്യാപിറ്റലിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ അതാണ് കേരളത്തെ എല്ലാ കാലത്തും നമ്മളെ രക്ഷിച്ചിട്ടുള്ളത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ആളുകൾ പോയി. അന്ന് അൺസ്കിൽഡും സെമി സ്കിൽഡും ആയിട്ടുള്ള ആളുകളാണ് പോയത്. ഇന്ന് അങ്ങനെയുള്ള ആളുകളാണോ പോകുന്നത്? അല്ല, ഇന്ന് ഫുള്ളായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മിഡിൽ ഈസ്റ്റ് പോയതിന് ശേഷം അവർക്ക് യൂറോപ്പിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ അതിനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 77% ഇവർക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത് എന്ന് പറഞ്ഞ് ദുഃഖിക്കുകയല്ല വേണ്ടത്, അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം അത് നോളജ് എക്കോണമിക്ക് വേണ്ടിയുള്ള, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് കേരളം നടത്തിയിട്ടുള്ളത്. അതാണ് കേരളത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇത് 77% എപ്പോഴും ഈ റവന്യൂ വരുമാനത്തിന് 77% ശമ്പളം, പെൻഷൻ ഈ രീതിയിലൊക്കെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, അത് കേരള വികസന മാതൃക അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. കാരണം അതാണ് കേരള വികസന മാതൃക നമ്മൾ തിരിച്ചറിയണം. അതൊരു ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്, ക്വാളിറ്റി ഹെൽത്താണ്. ഈ പണമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനായിട്ട് കേരളത്തിൽ മാറുന്നത്. അപ്പോൾ ഈ പണം അങ്ങ് ചിലവഴിക്കുക, അതങ്ങ് എവിടെയോ കായം കലക്കി കളയുക എന്നൊക്കെ പറയുന്നത് പോലെയല്ല സംഭവിക്കുന്നത്. അത് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ബലത്തിലാണ് കേരളം കൂടുതൽ പണം റെമിറ്റൻസ് ആയിട്ടും അല്ലെങ്കിൽ പുതിയ ഇന്നൊവേഷനായിട്ടും MSMEs ആയിട്ടും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടും നല്ല ആരോഗ്യം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പെൻഷൻ സാലറി എന്ന് പറയുന്നത് അതിനെ ആ കേവല അർത്ഥത്തിൽ അങ്ങനെയല്ല കാണേണ്ടത്. അത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ലോകത്തിലെ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾ പലപ്പോഴും കേരളത്തിൻ്റെ ഈ മാതൃക പിന്തുടരാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം, ഈ റിപ്പോർട്ടിലുള്ള ഒരു വിഷയം റവന്യൂ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും റവന്യൂ വർദ്ധിപ്പിക്കേണ്ടത് നമ്മളാരും പറയുന്നില്ല, നമ്മളതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തനത് വരുമാനം ഇത്രയധികം വർദ്ധിച്ചത് എന്ന് അവർ അക്നോളജ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് റിപ്പോർട്ടിൽ. ഉദാഹരണത്തിന് നമ്മുടെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 70-75% തനത് വരുമാനമാണ്, നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന വരുമാനമാണ്. അതിനർത്ഥം ഒരു 4/1 മാത്രമേ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 4/1 മാത്രമേ കേന്ദ്ര വിഹിതമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതല്ല. 50% വിഹിതം കേന്ദ്രത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വിഹിതം, നമ്മൾ തനത് വരുമാനം വളരെയധികം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ കഴിഞ്ഞതിൻ്റെ കാരണം നമ്മളെ ഗവേണൻസ് ഡിവിഡൻ്റാണ്. ധനവകുപ്പ് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് അത് സാധ്യമായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് എക്നോളജ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും സാധ്യമായത്? കാരണം ഇത്രയും പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയൊരു സംസ്ഥാനമാണ് ഇത്.
അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇത്തരം പ്രതിസന്ധി വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയും? വി ആർ അബാൻഡൻഡ് ബൈ ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മളെ സംസ്ഥാനം ബഹിഷ്കരിച്ചു, നമ്മളെ അബാൻഡൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ പ്രളയം വന്നപ്പോഴോ കോവിഡ് വന്നപ്പോഴോ ഒരു വ്യക്തിയും അങ്ങനെ പറഞ്ഞതായി നമുക്കറിയില്ല. ഒരു അതിഥി തൊഴിലാളിയും അങ്ങനെ പറഞ്ഞതായി നമുക്കറിയില്ല. അവരൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ആ സമയത്ത് വർദ്ധിച്ച ഡെറ്റ് GDP റേഷ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ അനുപാതം, കുറച്ച് കൂടുതൽ കടമെടുക്കേണ്ടി വന്നു. കടമെടുത്തേ പറ്റൂ, കാരണം നമുക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് കുറച്ച് കൊണ്ടുവരാൻ കാരണം നമ്മൾ ഗവേണൻസ് ഡിവിഡൻ്റാണ്. നമ്മൾ റീസ്ട്രക്ചർ ചെയ്തു. എങ്ങനെയാണ് റവന്യൂ കളക്ട് ചെയ്യേണ്ടത് എന്ന മാതൃക നമ്മൾ റീസ്ട്രക്ചർ ചെയ്തു. നമ്മൾ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് ഇൻ്റർവെൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ റവന്യൂ കാര്യമായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചത്. പക്ഷേ നിരന്തരം നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന തുക അത് വന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ അർഹതപ്പെട്ട തുക പിടിച്ചു വെൽക്കുകയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു കണക്ക് ഇതിനകത്ത് വേണ്ടേ? നിങ്ങൾക്ക് എത്ര തുക കിട്ടാനുണ്ട്, എന്തുകൊണ്ട് ആ തുക ഇതുവരെ കിട്ടിയില്ല, അത്തരം ഒരു കണക്കുകളൊക്കെ ഒരു റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതൊന്നുമില്ല. അപ്പോൾ അത്ര ഒരു ക്രിയാത്മക നഷ്ടപ്പെട്ട ഒരു നിർജീവമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ റിപ്പോർട്ടിനെ ഞാൻ കാണുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനിടയിലൂടെ ഇങ്ങനെ ഒരു ജാമെടുക്കൽ, അതായത് ഇതിനിടയിലൂടെ നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരിക്കലും എല്ലാ കാലത്തും അതിനെ ഞാൻ ആർഗ്യുമെൻറ്റിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരു ഞെരുക്കം മാത്രമാണിത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത്തരം ഞെരുക്കം നേരിടുന്നതാണ്, പ്രത്യേകിച്ച് വളർച്ചാ നിരക്ക് കുറയുമ്പോൾ. പക്ഷേ ഇവിടെ വളർച്ചാ നിരക്ക് കുറയാത്തപ്പോൾ തന്നെ നമുക്ക് ഇത് ഉണ്ടായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പണം കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സമീപനം ഇവർക്കിത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണോ, അതോ ഇവർ മനഃപൂർവ്വം ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു പിടിക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഞാനത് പറയാൻ കാരണം, മലയാള മാധ്യമങ്ങൾ ഈ മലയാളികളിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസത്തെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെ ഡിസ്കഷനിൽ പോലും പറയാനുണ്ടായി, അതായത് ഇവിടെ തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്ന്. അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണത്. തൊഴിലില്ലായ്മ വളരെയധികം കുറഞ്ഞു, ഏതാണ്ട് 50% കുറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനകം. ഇത് ഞങ്ങൾ പറയുന്നതല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യമാണ്. അതായത് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വരുന്ന സമയത്ത് ഏതാണ്ട് 11%-ലധികമായിരുന്നു കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ. അത് ഏതാണ്ട് 20-21 ആകുമ്പോഴത്തേക്കും 7% കുറഞ്ഞു. ഇപ്പോൾ അത് 4.4%, 4.5% വീണ്ടും കുറഞ്ഞു. ഇത് ഞങ്ങളല്ല പറയുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടുകളാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല മലയാള മാധ്യമങ്ങൾ അത് ഏതെങ്കിലും രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. മാതൃഭൂമി മാത്രമാണ് ഇത് ഹൈലൈറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവർക്കൊക്കെ കൊടുത്തതാണ് ഈ ഇൻഫർമേഷൻ, നോക്കൂ ഇത് ഇങ്ങനെ ഒരു ട്രെൻഡ് കാര്യമായിട്ട് കാണാനുണ്ടെന്ന്. പക്ഷേ മലയാളി മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ മലയാളിയിൽ നിന്ന് ഇത്തരം സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ഈ റിപ്പോർട്ടുകൾ വരേണ്ട കാര്യമാണ്. ഇത്തരം ഗുണപരമായ മുന്നേറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും അതൊന്നും ആ അർത്ഥത്തിൽ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പറയുന്നത് കേരളത്തിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അങ്ങേയറ്റം കുറഞ്ഞിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? സപ്ലൈകോൻ്റെ ഇൻ്റർവെൻഷനാണ് അതിൻ്റെ കാരണം. സപ്ലൈകോൻ്റെ ഇൻ്റർവെൻഷനാണ് കാരണമെന്ന് കേന്ദ്ര റിപ്പോർട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സപ്ലൈകോ അത്രയും ഭംഗിയായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ പഴയ ഫിഗർ വെച്ചാണ് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത്. അത് തെറ്റാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് ഏതാണ്ട് തുല്യമായിട്ട് വന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇൻഫ്ലേഷനും കേരളത്തിൻ്റെ ഇൻഫ്ലേഷനും. ഏത് മാധ്യമങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു എന്താ പറയുക, ഈ ചാനൽ ബുദ്ധിജീവികൾ ഈ വിഷയങ്ങൾ, ഈ 2 വിഷയവും എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ സംസ്കാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നും കൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നാണ് തോന്നുന്നത്.